ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഈസി പീസി റെസിപ്പിയാണ് നോക്കുന്നത്. ഒരു ഒഴിച്ചുകറി. നമ്മളതിനെ മോരുകറി എന്ന് പറയും. അതായത് മറ്റേ അരച്ചിട്ടുള്ള മോരുകറിയല്ല, അരപ്പില്ലാത്ത മോരുകറി. പക്ഷെ നമ്മൾ തൈര് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് വേറൊരു ട്വിസ്റ്റ്. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നമ്മളിങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊക്കെ ചെയ്തെന്ന് വെച്ചാൽ കേട്ടോ. നമ്മൾ ഇഞ്ചി ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, പിന്നെ കറിവേപ്പില. ഇതന്നെ കുറച്ച് ഭയങ്കര ഈസി ആയിട്ടുള്ള ഡിഷാണ്, ബിഗിനർ ഫ്രണ്ട്ലി ആണ്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് തൈര്. അത് നമ്മൾ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പുളിയില്ലാത്ത തൈര്, പുളിയുള്ള തൈര്. പിന്നെ നമുക്ക് വേണ്ടത് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കടുക്, ഉലുവ, ചെറുമുളക്. ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ നമ്മുടെ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് അടുത്ത സംഭവം കൊടുക്കാം. പൊട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പൊട്ടൽ കഴിഞ്ഞാൽ പറയുമ്പോഴേക്ക് പറഞ്ഞോളൂ പൊട്ടി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഉലുവ ഇട്ട് കൊടുക്കാം. അതിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം. മുളകിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും പിന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇവിടുത്തെ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ കളറൊക്കെ നന്നായി ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള കുഞ്ഞിയ ഉള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് വേണ്ടി കിട്ടും. പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തേക്കും ഒരുപോലെ ചൂടിട്ടല്ലോ. ഞാൻ കളറൊക്കെ വേണത് മാറി വന്നു തുടങ്ങിയിട്ടുണ്ട്. കളറൊക്കെ മാറിയിട്ടുണ്ടല്ലോ. നമുക്ക് പൊടികൾ ഇട്ട് തുടങ്ങാം. നമുക്കൊരു ഫുൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു കളറായിട്ട് ഇരിക്കുന്നുണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ തൈര് ആഡ് ചെയ്യും. നമ്മൾ ഉപ്പിട്ടിട്ടാണ് നമ്മുടെ തൈര് അടിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഇരിക്കും ഒഴിച്ച് കൊടുക്കാം. വളരെ തീ കുറച്ചിട്ടിട്ടാണ് നമ്മൾ ഇതിലേക്ക് തൈര് അടിച്ച് വെച്ചിരുന്ന് ഒഴിച്ച് കൊടുത്തത്. അരിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് തിളയ്ക്കുന്നതിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വിരിയണ പോലെ ആവും. അറിയാമല്ലോ, നമുക്ക് അധികമായിട്ട് തിളപ്പിക്കാനായിട്ട് പറ്റില്ല. ചെറിയ ചൂടായിട്ട് കുഞ്ഞ് ബബിൾസ് എവിടെയെങ്കിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇത്ര ഉള്ളപ്പോൾ നമ്മുടെ സിമ്പിൾ കറി ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. നല്ല ടേസ്റ്റിയാണ്. വേപ്പിലിട്ട് കൊടുക്കാം. കാരണം നമുക്ക് അധികം തിളപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ മേലെ വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും അറിയുന്നത്. മുപ്പിക്കുമ്പോൾ ഇടേണ്ടതായിരുന്നു വേപ്പര. നമ്മുടെ ഈസി പീസി ഒഴിച്ച് കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് ചൂടിൻ്റെ കൂടെ കഴിക്കാനായിട്ട്.